അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ റാം മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ. നിതിൻ രാജിനോട് മുൻവൈരാഗ്യമില്ലെന്ന് ഡോക്ടർ NK റാം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ലോൺ വായ്പയുമായി തനിക്ക് ബന്ധമില്ലെന്നും ജാമ്യാപേക്ഷയിൽ റാം പറയുന്നു. കഴിഞ്ഞ ദിവസം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, നേരത്തെ ഈ പ്രതികളിൽ ഒരാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു, റാമിന് ജാമ്യം കിട്ടിയില്ല. അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ചില നിരീക്ഷണങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ റാം ശ്രമിക്കുന്നത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യം പരിഗണിച്ച സമയത്ത് റാമിന്റെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഈ നിതിൻ രാജിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ റാമിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസിനെതിരെയും വലിയ പ്രതിഷേധമാണ്. പ്രത്യേകിച്ചും റാം ആ ദിവസം മുതൽ ഒളിവിലാണ്. മാത്രമല്ല, ലോൺ ആപ്പുമായി തനിക്ക് ബന്ധമില്ല, നിതിൻ രാജിനോട് തനിക്ക് പൂർവ്വ വൈരാഗ്യമൊന്നുമില്ല എന്നുള്ള കാര്യം തന്നെയാണ് റാം ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് റാം അറസ്റ്റിൽ കീഴടങ്ങുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ റാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ മാത്രമല്ല, റാം കീഴടങ്ങിയുമില്ല, ഒളിവിൽ തുടരുന്ന സാഹചര്യം തന്നെയാണ്. അത് ഹൈക്കോടതിയിലൂടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാകാം എന്നുള്ളതായിരുന്നു ആ സമയത്ത് വിലയിരുത്തൽ. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീണ്ടും ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി എത്തിയിരിക്കുകയാണ്. എന്തായാലും റാമിനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഈ റാമിനെ പോലെ പ്രധാനപ്പെട്ട കുറ്റവാളികളെയൊക്കെ ദിവസങ്ങൾക്കുള്ളിൽ പിടിക്കുന്ന പോലീസിന് എന്താണ് ഈ വിഷയത്തിൽ ഇത്ര അമാന്തമെന്നുള്ള വിമർശനങ്ങൾ വിവിധ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഒരു വലിയ ചോദ്യവുമായി ബാക്കിയാവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ റാമിനെ അറസ്റ്റ് ചെയ്യേണ്ടുന്നൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിരുന്നു. അതുണ്ടായില്ല എന്നുള്ള വിമർശനമാണ് പോലീസിനെതിരെ ശക്തമായിരിക്കുന്നത്. എന്തായാലും റാം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റാമിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും നിതിൻ രാജിനെതിരെ വൈരാഗ്യമില്ല, അല്ലെങ്കിൽ ലോൺ ആപ്പുമായി തനിക്ക് ബന്ധമൊന്നുമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് റാം വ്യക്തമാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ഇന്നാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വരിക. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തനിക്ക് അറിവില്ല എന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. ഏതായാലും കോടതിയുടെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.